ഒരു ലേഡി ജർമ്മനിയിലോട്ട് വന്നാൽ നഴ്സിംഗ് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ വന്നാൽ ഇവിടെ കണ്ടുപിടിച്ചിരിക്കണം. എനിക്ക് ബേസിക്കലി എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ഫ്രീ ആയിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. കിട്ടുന്ന കാശിന് അതിനേക്കാൾ കൂടുതൽ ചെലവുണ്ട്. നിങ്ങളുടെ PR-നുള്ള സ്കോർ അല്ലെങ്കിൽ നിങ്ങളുടെ സാധ്യത കുറയും. ഹലോ ഗൈസ്, വെൽക്കം ടു ക്ലൗഡ് മല്ലു. ഇന്ന് ശരിക്കും ഒരു ഫാമിലി വ്ളോഗാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് പുറകെ കാണാമോ ഫോട്ടോ എടുക്കുന്നത് മെറ്റേണിറ്റി ഷൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബേബി ഉണ്ടാവാൻ പോവാണ്. ഒത്തിരി പേര് നമ്മളുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ ആയിരിക്കുമോ ബേബി ഉണ്ടാവുന്നത്, പ്രസവം ഇവിടെ ആയിരിക്കുമോ അതോ നാട്ടിൽ പോയിട്ടാണോ എന്ന്. ഈ ചോദിക്കുന്നവർക്ക് അറിയില്ല നാട്ടിലേക്കാളും അല്ലെങ്കിൽ ഇവിടെ ചിലവ് കുറവാണോ അതോ ഇനി ഗൾഫിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ബേബി ഉണ്ടാവുന്നതാണോ ചിലവ് കുറവ്. ഇതിനെക്കുറിച്ചാണ് കേട്ടോ ഈ വീഡിയോ. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങളും ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ഷൂട്ടുകളും ഡ്രോൺ പറപ്പിച്ചിട്ടുള്ള ഷോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഗൈസ്. അപ്പം നമുക്ക് രണ്ടാമത്തെ ബേബിയിലും ജർമ്മനിയിലാണ് ഉണ്ടാവുന്നത്. ഇതിന് സിസേറിയനുള്ള നമുക്ക് ടെർമിന് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് പുതിയതായിട്ട് വരുന്നവരൊക്കെ നമുക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഷോങ്ങർഷാഫ്റ്റ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രഗ്നൻസി എങ്ങനെയാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മളിവിടെ ഫ്രൗവനാറ്റ്സ് ഗൈനക്കോളജിസ്റ്റിനെ ഒരു വൈഫ് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൽഫി, നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഷോങ്ങർഷാഫ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ഫ്രൗവനാറ്റ്സിനെ കണ്ടുപിടിച്ചിരിക്കണം. അതുകൂടാതെ ഇപ്പം നമ്മൾ കപ്പിളായിട്ട് വന്നാലും സിംഗിളായിട്ട് വന്നാലും ഒരു ഫസ്റ്റ് ഹൗസ് ആർസ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രൗവൻ ആർസ്റ്റും. ഓക്കെ, നമ്മുടെ ഫാമിലി ഡോക്ടർ കിട്ടുന്നത് പോലെ തന്നെ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ ഒരു ലേഡി ജർമ്മനിയിലോട്ട് വന്നാൽ നഴ്സിംഗ് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ വന്നാൽ ഇവിടെ കണ്ടുപിടിച്ചിരിക്കണം. കപ്പിളായി ഇപ്പോൾ കല്യാണം കഴിച്ച് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേബി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കണം അല്ലേ. നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളിക് ആസിഡ് നമുക്ക് സ്വന്തമായിട്ട് മേടിച്ചു തുടങ്ങാം. അല്ല, നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം നമ്മൾ ഹെൽത്ത് വൈസ് ഇപ്പം ബ്ലഡ് ഷുഗറോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ട് നമുക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാം. ഡോക്ടറും അതിന് വേണ്ടിയുള്ള സജഷൻസ് ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, ചിലർക്ക് ചിലപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണമായിരിക്കും, ചില ഗോൾസ് ഉണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. സോ നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ സഹായം എപ്പോഴും എടുക്കണം. ഇവിടെ ഫ്രൗവനാറ്റ്സിൻ്റെ സഹായം എടുത്ത് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് നിങ്ങളൊരു ഷോങ്ങർഷാഫ്റ്റ് ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതാണ് കോസ്റ്റ് വൈസ് ഒരു പ്രഗ്നൻസി നാട്ടിലുള്ളതാണോ ഗൾഫിലാണോ അതോ ജർമ്മനിയിലാണോ കോസ്റ്റ് വൈസ് കുറവെന്നത്. പക്ഷെ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു ശരാശരി ഒരു 50,000 മുതൽ ഒരു 2-2.5 ലക്ഷം വരെ ആവും കേട്ടോ നമുക്ക് പൈസ. ഇപ്പോൾ സ്യൂട്ട് റൂമൊക്കെ എടുക്കുവാണെങ്കിൽ 2.5-3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷമൊക്കെ ആവുന്നതുണ്ട്. അല്ലെങ്കിൽ ഒരു 50,000 മിനിമം നമുക്കാവും. ഗൾഫിലാണെങ്കിൽ ഇപ്പോൾ അത് നിങ്ങൾ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. നല്ല കമ്പനിയിലാണ് നല്ല രീതിയിലുള്ള ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കവറാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പിന്നെ ജർമ്മനിയിലാണെങ്കിൽ ഒരു പൈസ പോലും നമുക്ക് പോവില്ല എന്ന് മാത്രവുമല്ല, നമുക്ക് ഹെബാമെ സർവീസ് അല്ലെങ്കിൽ നമുക്ക് എൽറ്റൻ ഗൽഡ്, നമുക്ക് മുട്ടർ ഷൂട്ട്സ്, പിന്നെ നമുക്ക് വേറെ എന്ത് സൗകര്യങ്ങളാണ് ഇവിടെ കിട്ടുന്നത്, കിൻഡർ ഗൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടി തുടങ്ങും. കൂടാണ്ട് ഇതിൻ്റെ കൂടെയാണ് നമുക്ക് കിട്ടുന്ന അവധി. അത് പ്രഗ്നൻ്റ് ആകുന്ന ഇപ്പോൾ ഓരോ കമ്പനി അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ ഇച്ചിരി റിസ്ക് കൂടിയ ഏരിയ ആയത് കാരണം എനിക്ക് ഞാൻ എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ആവുന്നു അന്ന് തൊട്ട് ടിൽ ബേബി ബർത്ത് വരെ, അത് കഴിഞ്ഞ് ബേബിയുടെ ബർത്ത് കഴിഞ്ഞ് ബേബിക്ക് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ആവുന്ന വരെ നമുക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അത് വിത്ത് സാലറിയോട് കൂടിയാണ്. എനിക്ക് തോന്നുന്നത് നഴ്സുമാർക്ക് 5 കിലോയിൽ കൂടുതലല്ലേ ചിലർ രോഗികളെ തിരിച്ചു കിടത്തേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും വന്നാൽ 5 കിലോയിൽ കൂടുതൽ നമുക്ക് എടുക്കേണ്ട ജോലികളുണ്ടെങ്കിൽ അത് ജർമ്മനിയിലാണെങ്കിൽ ഷോങ്ങർഷാഫ്റ്റിൽ പ്രഗ്നൻസിയിൽ അത് എടുക്കാൻ പാടില്ല, ആ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം അനുസരിച്ച്. അതുകൊണ്ടാണ് ഇവിടെ ബെഷേഫ്സ് ഫോർബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേപ്പർ നമുക്ക് ഫ്രൗവനാറ്റ്സിൻ്റെ ഗൈനക്കോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും അല്ലേ ആൽഫി? ഓക്കെ, അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നും കിട്ടും. അപ്പോൾ അത് ഓരോ ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ റിസ്ക് ഫാക്ടർ അനുസരിച്ചായിരിക്കും അത് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിലൊക്കെയാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഈ ഒരു പേപ്പർ മേടിച്ച് നിങ്ങളുടെ കമ്പനീനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ ഓൾഡ് ഏജ് ഹോമിനെ ഇത് ഇൻഫോം ചെയ്യണം. നിങ്ങൾക്ക് അലൗഡ് അല്ലായിരിക്കും അവിടെ ജോലി ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ റിസ്ക് എടുക്കരുത്. നിങ്ങളുടെ ജീവിതം മാത്രമല്ല, വയറ്റിലുള്ള ബേബിയുടെ ജീവനും കൂടി അത് ആപത്താണ്. ഗൈസ്, ജർമ്മനിയിൽ ഒരു ബേബി ഉണ്ടാകുമ്പോൾ എല്ലാം ഫ്രീ ആണെന്ന് നമ്മൾ പറയുമെങ്കിലും ഉണ്ടല്ലോ, പക്ഷെ ചില കാര്യങ്ങളൊന്നും ഫ്രീ അല്ല, നമ്മൾ പൈസ കൊടുക്കണം. ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്ന ചില ടെസ്റ്റുകൾ ഇവിടുത്തെ രീതിയിൽ അത് വേണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബേബിക്ക് വേണമെങ്കിൽ എടുക്കാം. ചില വാക്സിനുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. വാക്സിൻസ് മോസ്റ്റ്ലി ഫ്രീ ആണ്. എന്നാലും ഏതോ ഒരു ചില വാക്സിൻസ് ഇപ്പോൾ ടോക്സ്മോപ്ലാസ്മോസിസ്
പോസിറ്റീവാണെന്ന് അറിയുവാണ് എങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് സ്കാൻ വരുന്നില്ലേ, ആ സ്കാനിങ്ങിനും നമ്മൾ എനിക്ക് തോന്നുന്നത് കറക്റ്റ് എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു 200 euros അറൗണ്ട് ആവുന്നുണ്ട് ആ സ്കാനിങ്ങിന് വേണ്ടി. പിന്നെ ബേബി നോർമൽ ആണോ അങ്ങനെ? ഓക്കെ, വേറെ എന്താണ് നമുക്ക് വേറെ എന്തെങ്കിലും? അതുപോലെ തന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിരിക്കും. ബ്ലഡ് റൊട്ടീനായിട്ടും പിന്നെ തൈറോയ്ഡ്, ഷുഗർ അങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് കൺഫേം ആക്കി അത് നോർമലായിട്ട് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ടോക്സിമോപ്ലാസ്മോസിസ് എന്ന് പറയും. അത് എന്ന് പറഞ്ഞാൽ പൂച്ചയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ വെജിറ്റബിൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ പൂച്ചേനെ വളർത്തുന്നുണ്ടെങ്കിൽ പൂച്ചയിൽ നിന്നുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. പിന്നെ ഇതിവിടെ പറയേണ്ടതാണ്, നമ്മുടെ ഡോക്ടറിനെ അനുസരിച്ചിരിക്കും ചില കാര്യങ്ങൾ ഫ്രീ ആണോ അല്ലയോ എന്നുള്ളത്. കാരണം ചിലർക്ക് ഇവിടെ കിട്ടുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ചിലതൊക്കെ ഫ്രീ ആയിരിക്കും. പക്ഷെ വേറെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ജർമ്മനി തന്നെ ആയിരിക്കും, പക്ഷെ അവർക്ക് അവരുടെ ഡോക്ടർ കൊടുക്കുന്നത് അതൊക്കെ പൈസ കൊടുക്കാനുള്ളതായിട്ടായിരിക്കും കൊടുക്കുന്നത്. എനിക്ക് ബേസിക്കലി എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ഫ്രീ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ ചോദിച്ചു കഴിയുമ്പം അവർക്ക് ആ സെയിം ടെസ്റ്റുകൾ ആർട്സിൽ നിന്ന് പൈസ, അത് നമുക്ക് ബില്ല് വരും. ബ്ലഡ് ടെസ്റ്റ് അവരെടുക്കും, അത് കഴിഞ്ഞ് അതിൻ്റെ ബില്ല് വന്ന് നമ്മളത് അടയ്ക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിന് നേരത്തെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടുപിടിക്കാൻ നേരത്തെ നിങ്ങൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചോദിക്കുക. നല്ല ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നോക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തതാണ് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എത്രത്തോളം പൈസ കിട്ടും എന്നുള്ളത് കേട്ടോ. അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു 12 മാസം അല്ലെ അൽഫി, 12 മാസം നമ്മുടെ ഡ്യൂ ഡേറ്റിന് 12 മാസം തൊട്ടാണ് അവർ റഷണം ചെയ്യുന്നത്. അവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു 12 മാസം എത്ര ഇവിടെ ഏൺ ചെയ്തു എന്ന് നോക്കും. ആ ഏൺ ചെയ്ത എമൗണ്ടിന്റെ ഒരു 65% അല്ലെ, 65% എന്നാ പറയുന്നത്. പിന്നെ നമ്മുടെ ജോബ് കാറ്റഗറി അനുസരിച്ച് അത് ഡിഫറൻസ് ആയിട്ട് വരും. എനിക്ക് പോകുന്നത് 63%. ഞാൻ നേഴ്സാണ്. അത് ഓരോ ഇപ്പം അവരുടെ സാലറി അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമുക്ക് പറയാം, അതൊക്കെ ഗവൺമെൻറ്റാണ് അവർ നോക്കി അതാണ് നമ്മളെ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ ഇതിനൊരു ക്യാപ്പ് ഉണ്ട് കേട്ടോ, 1800 യൂറോയോ 1800 യൂറോയുടെ ഒരു ക്യാപ്പ് ഉണ്ട്. കാരണം നിങ്ങൾക്കൊരു 10,000 യൂറോ ഉണ്ട്, അതിൻ്റെ 65% നിങ്ങൾക്കൊരു 1600 യൂറോ വേണമെന്നത് ഇവരൊക്കെ ഉണ്ട് സർ. പിള്ളേരൊക്കെ ഇവിടെ കളിക്കാൻ പോയേക്കുമായിരുന്നു വന്നതാണ്. നടക്കാൻ പോയതാണോ ഇങ്ങനെ ചേച്ചിയുടെ കൂടെ? അപ്പം നിങ്ങൾക്ക് ന്യൂനി പോയി കളിച്ചു. അപ്പം നിങ്ങൾക്ക് 10,000 യൂറോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 6,500 യൂറോ കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. ഒരു 1,800 യൂറോ 2,000 യൂറോയ്ക്കുള്ളിലാണ് മാക്സിമം. 1,800 മാക്സിമം ആർക്കായാലും കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്കൊരു പ്രഗ്നൻസിയിൽ ഏത് സമയം തൊട്ടാണ് പൈസ കിട്ടി തുടങ്ങുന്നത്, എത്ര നാൾ വരെ കിട്ടും, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി ഈ ബെഷേഴ്സ് റിപ്പോർട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഫ്രൗനാർട്സ് ഗൈനക്കോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ദിവസം തൊട്ട് ബേബി ഉണ്ടാകുന്നത് വരെ അല്ലേ, അതെ ബേബി ഉണ്ടാകുന്നതിന് 2 ആഴ്ച 6 ആഴ്ച മുമ്പ് വരെ നമുക്ക് നോർമൽ സാലറി കിട്ടും. ബേസിക് നമുക്ക് എന്താണ് സാലറി, എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന സൂക്ഷ്ലാഗുകളൊന്നും നമുക്ക് അതിനകത്ത് അലവൻസിലായിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നഴ്സുമാർക്ക് നൈറ്റ് ഷിഫ്റ്റിന് എക്സ്ട്രാ അലവൻസുകൾ ഉണ്ടായിരിക്കും, വീക്കെൻഡിൽ ജോലി ചെയ്യുന്നതിന് എക്സ്ട്രാ അലവൻസുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. ഫ്രീ ആയിട്ടല്ല, നമ്മൾ ജോലി ചെയ്യാത്തത് കാരണം അതിനുള്ള എക്സ്ട്രാ പേയ്മെന്റ്സ് ഇവിടെ താമസിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, നമ്മളിവിടെ ടാക്സ് കൊടുത്ത് താമസിക്കുമ്പോൾ നമുക്കിവിടെ കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ പൈസ കിട്ടുമ്പോൾ അത് എത്ര കിട്ടും എന്നുള്ളത് ആൽഫി നമുക്കിപ്പോൾ കൊച്ചുണ്ടാകുന്നതിന് 4 ആഴ്ച മുമ്പ് അല്ലേ, 6 ആഴ്ച മുമ്പ് തുടങ്ങി കൊച്ചുണ്ടായി കഴിഞ്ഞ് 8 ആഴ്ച വരെ അല്ലേ, ഏകദേശം ഒരു നേഴ്സിന് എന്താണ് കിട്ടുന്നത്, അത് കിട്ടിക്കൊണ്ടിരുന്നത് തന്നെയാണോ കിട്ടുന്നത്? ഈ സ്റ്റേജിന് പറയുന്നത് മുട്ടർ ഷൂട്ട്സ് എന്നാണ്. അത് ബേബി ഉണ്ടാവും, നമ്മൾ ഡ്യൂ ഡേറ്റ് പ്ലാൻ ചെയ്തേക്കുന്നതിന് 6 ആഴ്ച മുമ്പും പിന്നെ ബേബി ഉണ്ടായി കഴിഞ്ഞ് 8 ആഴ്ച വരെയാണ് ഈ മുട്ടർ ഷൂട്ട്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സാലറിയോട് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അത് നമ്മൾ ഷ്വാങ്ങർ ഷാഫ്റ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന സാലറിയോട് ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഈക്വലൻ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കുറവൊക്കെ ഉണ്ടാവും, എന്നാലും ഓൾമോസ്റ്റ് ആ ഒരു എമൗണ്ട് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ബേസിക് എന്താണ് കിട്ടിക്കൊണ്ടിരുന്നത് അത് തന്നെ കിട്ടുന്നുള്ളത്. അത് മുട്ടർ ഷൂട്ട്സിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് എൽട്ടൺ ഗൾഡ്. അത് കഴിഞ്ഞ് നമ്മൾ മുട്ടർ ഷൂട്ട്സ് കഴിഞ്ഞ് പിന്നെ കിട്ടുന്നതാണ് എൽട്ടൺ ഗൾഡ്. എൽട്ടൺ സൈറ്റിലോട്ട് കയറും നമ്മൾ. ഓക്കെ, അത് നമ്മൾ
എൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യണം ഓൺലൈനിലായിട്ട്. അത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ സ്റ്റോയർ ഐ ഡി ഒക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഈ മുട്ടർ ഷൂട്ട്സ് കഴിഞ്ഞ് എൽറ്റൺ സൈറ്റിലോട്ട് നമ്മൾ കയറുന്നു. ഈ എൽറ്റൺ സൈറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടുള്ളത് 1 വർഷത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് എടുക്കാം. ആദ്യത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബഷേർ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ നമ്മളുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ജോലിക്ക് പോകണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 2 വർഷം വരെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ മൊത്തത്തിലൊരു 3 വർഷം വരെ നമുക്ക് സാലറിയോട് കൂടി വീട്ടിലിരിക്കാം. പക്ഷെ നമുക്ക് കിട്ടുന്ന പൈസ ഡിഫറൻ്റ് ആയിരിക്കും. 1 വർഷത്തേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ 65% വരെ നമുക്ക് 1 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടും. ഇപ്പോൾ 1800 മാക്സിമം എമൗണ്ട്. ഇപ്പോൾ ഏത് വർക്കേഴ്സ് ആണെങ്കിലും 1800 കിട്ടുന്നത്. അത് നമുക്ക് 1 വർഷം എന്നുള്ളത് 2 വർഷമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ 65 എന്നുള്ളത് നേരെ ഹാഫ് ആയിട്ട് നമുക്ക് 2 വർഷത്തേക്കായിട്ട് കിട്ടും. ഓക്കെ, എന്നാലും നമുക്കിപ്പോൾ ചിലർക്ക് 3ാമത്തെ ബേബിയൊക്കെയാണ്, ബേബീനെ നോക്കാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ബേബീനെ നമുക്ക് നോക്കി വീട്ടിലിരിക്കാമല്ലോ, ജോലിയും പോവില്ല. ജോലിക്ക് സിഷർ ഹൈറ്റ് എന്ന് വെച്ചാൽ ജോലിക്ക് സേഫ്റ്റി ഉണ്ടായിരിക്കും ഈ ഒരു സമയത്തിൽ. ഇങ്ങനെ ഒരു റീസൺ പറഞ്ഞിട്ട് നമ്മൾ ലീവ് എടുക്കുമ്പോൾ ഒരിക്കലും ആ കമ്പനിക്ക് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ പിരിച്ചുവിടാൻ പറ്റില്ല. നമുക്കിവിടെ റൈറ്റ്സ് ഉണ്ട്. വക്കീലിൻ്റെ എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് വളരെ വലിയൊരു തുക നമുക്കിത് ഫൈനായിട്ട് തരേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പൈസയൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇവിടെ വന്ന ജോലിയൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട്, ഹസ്ബൻഡിന് ജോലിയുണ്ട്, ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നതാണ്, പ്രഗ്നൻ്റ് ആയി, ഈ സമയത്ത് എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടുമോ? ജോലിയുള്ളവർക്കല്ലേ, നഴ്സുമാർക്കൊക്കെ അല്ലേ പൈസ കിട്ടുള്ളൂ എന്നുള്ളത്. സുമിക്കിപ്പോൾ ഇവിടെ വന്ന് ജോലി ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ഷുഗർഷാഫ്റ്റ് ഉണ്ടായിരുന്നു, പ്രഗ്നൻസി ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും പൈസ കിട്ടിയിരുന്നോ? എനിക്ക് എൽറ്റൺ ഗൾഡ് കിട്ടിയിരുന്നു. 1 വർഷത്തോളം ഉണ്ടായിരുന്നു. കുട്ടി ജനിച്ചത് മുതൽ അവനൊരു വയസ്സാകുന്നത് വരെയുള്ള സമയത്തായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് മിനിമം 300 മുതൽ എനിക്ക് തോന്നുന്നു 1800 എന്തോ ആണ് അതിൻ്റെ മാക്സിമം റേഞ്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ജോലിയും ചെയ്യുന്നില്ലെങ്കിലും മിനിമം 300 യൂറോ നമുക്ക് അപ്ലൈ ചെയ്താൽ മിനിമം 300 യൂറോ നമുക്ക് കിട്ടും. ഓക്കെ, ഈ 300 യൂറോ നമുക്ക് എത്ര നാളത്തേക്ക് കിട്ടുന്നു? 1 വർഷത്തേക്ക്. 1 വർഷത്തേക്കാണ്. അത് ഞാൻ വന്ന സമയത്ത്, ഞാനത് അപ്ലൈ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സുമിക്ക് അറിയുമായിരുന്നു ഇത് കിട്ടുമെന്ന്, ജോലി ചെയ്യുന്നില്ലെങ്കിൽ? ഇല്ല, ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഇത് കിട്ടില്ല എന്നായിരുന്നു എൻ്റെ അറിവ്. കാരണം പലർക്കും അതുപോലെ തോന്നുന്നത് ജോലി ഉണ്ടെങ്കിലാണ് പൈസ കിട്ടുക. അതെ, ഇതിന് രണ്ടും 2 പേരാണുള്ളത്. ഒന്ന് മൂട്ടസ് ഗൾഡും, ജോലി ചെയ്യുന്നവർക്കുള്ളത് മൂട്ടർ ഷൂട്ട്സ് അല്ലെങ്കിൽ മൂട്ടസ് ഗൾഡ്. ജോലി ചെയ്യുന്നില്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എൽറ്റൺ ഗൾഡ് ആണ്. അപ്പോൾ ഈ എൽറ്റൺ ഗൾഡ് എന്ന് പറയുന്നത് നമുക്ക് പാരൻസ് 2 പേർക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഒന്നോളം അല്ലെങ്കിൽ വേണമെങ്കിൽ 2 പേർക്കായിട്ടും എടുക്കാം. ഇത് കൂടാണ്ട് നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു പൈസയാണ് കിൻഡർ ഗൾഡ്. കൊച്ചിന് വേണ്ടിയിട്ട് പൈസ കിട്ടും. അത് ഏകദേശം എത്ര രൂപയാണ് ഇപ്പൊ കിട്ടുന്നത്? ഇപ്പം അത് 259 യൂറോ ആണ്. ഞങ്ങൾ വന്ന സമയത്ത് 219 യൂറോ ആയിരുന്നു മൂത്ത കുട്ടികൾക്ക് അപ്ലൈ ചെയ്തത്. ഈ വർഷം അത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 259 യൂറോയിലേക്കാണ്. അത് കുട്ടികൾക്ക് 18 വയസ്സാവുന്നത് വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്, 18 വയസ്സിന് ശേഷം അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് 21-22 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനുള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, നിങ്ങളപ്പോൾ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങളിവിടെ വന്നു ജോലിയൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ഈ 2 പൈസയും കിട്ടും. ഒരെണ്ണം മിനിമം 300 യൂറോ കിട്ടും, രണ്ടാമത്തത് 259 യൂറോയും നിങ്ങൾക്ക് കിട്ടാനുള്ളതുണ്ട്. അപ്പോൾ ഇത് മേടിച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ പലർക്കും അറിയേണ്ടതാണ് ഇതിന് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് നല്ല ജർമ്മനൊന്നും അറിയില്ല, നിങ്ങൾ ജർമ്മനിയിലാണ് താമസിക്കുന്നത്, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഇവിടെ ഗവൺമെന്റിന്റെ ഏജൻസികളുണ്ട് അല്ലേ സുമി, നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ ആണ് അല്ലേ. നമുക്ക് ബെറാറ്റിംഗ് സർവീസസ് ഇതിനു വേണ്ടി കിട്ടും. കോസ്റ്റ് ആൻഡ് ലോസ് ആണത്, ഐ മീൻ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കിട്ടും, അത് കോസ്റ്റ് ആൻഡ് ലോസ് ആയിട്ട് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. അതിന് ഒരു എക്സാമ്പിൾ ഏജൻസിയുടെ പേരാണ് പ്രോ ഫാമിലി. ഓക്കെ, അവർക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഓഫീസ് ഉണ്ടായിരിക്കും. അവരുടെ അടുത്ത് വിളിച്ചൊരു ടെർമിന് ഒരു അപ്പോയിൻമെന്റ് എടുക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോമിന് ഫില്ല് ചെയ്യാനുള്ളത്, അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അതിന് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് അവരെടുത്ത് തരും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ സാലറി ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര നാളത്തേക്ക് കിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ. ഇത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ വേണേലും ആക്കിയെടുക്കാമെന്നാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ പറ്റിയത്. ഞങ്ങൾക്കത് സാധിച്ചില്ലായിരുന്നു, കാരണം അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഇത്രയും ഒരു ഇൻഫർമേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തായിരുന്നു ഈ പ്രോ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അവരവിടെ പോയി, അതിൽ വൈഫ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഹസ്ബൻഡിന് ജോലിയില്ല. അപ്പോൾ പക്ഷേ ഇപ്പോൾ അവൻ ഒരു ടൈൽ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലത് വരുമാനം കുറവാണ്. അപ്പോൾ 2 പേരുടെയും കൂടി വരുമാനം കൂട്ടുമ്പോൾ ഇത്ര എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. കൂടാണ്ട് നമുക്ക് കിൻഡർ ഷൂസ്ലാഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബെനിഫിറ്റും കൂടി എക്സ്ട്രാ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ചിലർ ഇവിടെ ചോദിക്കുന്നതാണ് കേട്ടോ ചില ബെനിഫിറ്റുകൾ, ഓൺ ഗൾഡ്, ഇതിനൊക്കെ ഞങ്ങൾക്ക്
അപ്ലൈ ചെയ്തോട്ടെ ചേട്ടാന്ന് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് PR ആയിട്ടില്ലെങ്കിൽ ഇവിടെ കിട്ടും ബെനിഫിറ്റ് എന്ന് കരുതി നിങ്ങളത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PR-നൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സോഷ്യൽ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾ മേടിച്ചാൽ നിങ്ങളുടെ PR-നുള്ള സ്കോർ അല്ലെങ്കിൽ നിങ്ങളുടെ സാധ്യത കുറയും. കാരണം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള, നിങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിലാണ് ഇവിടെ PR കിട്ടുന്നതും സിറ്റിസൺഷിപ്പ് കിട്ടുന്നതൊക്കെ. സോ ഈ കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈസ്, ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും വിചാരിക്കും നാട്ടിനേക്കാളും ഗൾഫിനേക്കാളും കാശ് കുറവാണല്ലോ, ജർമ്മനിയിലൊക്കെ എന്തോരം കുട്ടികൾ വേണമെങ്കിലും ആവാമല്ലോ, അത്രയും പൈസ കിട്ടുമല്ലോ എന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല. കിട്ടുന്ന കാശിന് അതിനേക്കാൾ കൂടുതൽ ചെലവുണ്ട്. പാമ്പറിന്റെ വിലയും ഒരു കുഞ്ഞുടുപ്പ് മേടിക്കണമെങ്കിൽ നാട്ടിൽ 150 രൂപ കൊടുത്താൽ നല്ല ഒന്നാന്തരം കുഞ്ഞുടുപ്പ് കിട്ടും. ഇവിടെ 1000 രൂപ കൊടുക്കണം ഒരു ചെറിയ ബോഡീസ് മേടിക്കണമെങ്കിൽ. അത് മാത്രമല്ല നോക്കാൻ ആള് അല്ലേ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നാട്ടിലാണെങ്കിൽ കുടുംബക്കാരും നാട്ടുകാരും അടക്കം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൊച്ചിനെ മാറി പിടിക്കാനാണെങ്കിൽ തന്നെ ആൾക്കാരുണ്ട്. ഇവിടെ ആരുണ്ടായിട്ടും കാര്യമില്ല, അത് വേറൊരു കാര്യം. കാരണം നമുക്ക് ഇപ്പം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ അമ്മയും ഡെലിവറിക്ക് പോകുന്ന ആളും പിന്നെ കൂടെ ഹസ്ബൻഡിനെ മാത്രമേ കയറ്റുള്ളൂ. ആരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഇപ്പൊ നമുക്ക് വേറൊരു കൊച്ചും കൂടി ഉണ്ടെങ്കിൽ, പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരെ നോക്കാം, പിള്ളേരെ അവിടെ ആക്കിയിട്ട് പോവാം. ഗൈസ്, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ കരുതേണ്ടതാണ് കേട്ടോ. നാട്ടിൽ ഇപ്പൊ കൊച്ചുണ്ടാവുമ്പോൾ നോക്കാൻ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പേരൻസിന്, സ്വന്തക്കാർക്ക്, ഇവർക്കൊക്കെ നമ്മുടെ കാര്യങ്ങളിൽ അഭിപ്രായം ഉണ്ടായിരിക്കും കേട്ടോ. കൊച്ചിനെ നേരെ പിടിക്കരുത്, അവിടെ കിടത്തരുത്, ഇങ്ങനെ കുളിപ്പിക്കണം, കൊച്ചിൻ്റെ തല ഉരുട്ടിയെടുത്തോ, നിങ്ങളും അമ്മയുടെ കുഴപ്പമാണ്, ഇങ്ങനെയൊക്കെ പറയും. ഇവിടെ നമ്മൾ ഹസ്ബൻഡും വൈഫും മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളൂ. പക്ഷേ ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി. പക്ഷേ പല ഹസ്ബൻഡ്സിനും അല്ല പല പേരൻസിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസും കൂടാണ്ട് ലൈഫ് സ്റ്റൈലിൻ്റെ വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ക്ലൗഡ് മല്ലു സൈനിങ് ഓഫ്. ബൈ.